അമേരിക്കയുടെ ആദ്യ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ് ആരായിരുന്നു? 5 ഓപ്ഷൻസ്: മാർട്ടിൻ ലൂതർ കിങ്, എബ്രഹാം ലിങ്കൺ, ജോർജ് വാഷിംഗ്ടൺ, തോമസ് ആൽവ എഡിസൺ, ജോൺ എഫ് കെന്നഡി. തോമസ് ആൽവ എഡിസൺ അല്ല. എല്ലാം ഒരുപോലിരിക്കുന്നല്ലേ? അതെ സർ, വളരെ കഷ്ടമായി പോയി യാ സർ. ഓപ്ഷൻ സി ജോർജ് വാഷിംഗ്ടൺ. ഉറപ്പിച്ചോ? കൂട്ടോ? കൂട്ടാം സർ. ജോർജ് വാഷിംഗ്ടൺ പൂട്ടുന്നു. യെസ് സർ, കൂട്ടാം സർ. താങ്കൾ പേടിപ്പിക്കില്ലേ സർ? പറഞ്ഞ ഉത്തരം പറയൂ സർ. ശരിയാണ്. അതെങ്ങനെ ഞാൻ പറയും? സർ പറയൂ പ്ലീസ്. അത് പൂട്ടി. ജോർജ് വാഷിംഗ്ടൺ എന്നുള്ള ഉത്തരം താങ്കൾ പറഞ്ഞ ഉത്തരം അതാ ഞാൻ ചോദിക്കുന്നേ. ഉത്തരം ശരിയാണ്. താങ്ക് യു സർ. ജോർജ് വാഷിംഗ്ടൺ, ഓപ്ഷൻ സി, അതാണ് ശരി ഉത്തരം. ജോർജ് വാഷിംഗ്ടൺ ആണ് അല്ലേ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്? അതെ സർ. അത് രാജ്യാന്തര രാഷ്ട്രീയമൊക്കെ നോക്കൂ? ഒന്നും നോക്കത്തില്ല. പിന്നെ എങ്ങനെ ഈ ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ അറിയണ്ടേ? ജനറൽ സ്റ്റഡീസിനൊക്കെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോ അതപ്പോ പഠിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പഠിക്കാം എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോ ഈ കോയമ്പത്തൂരിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? നാട്ടിലേക്ക് ഇടയ്ക്ക് പോവൂ? നാട്ടിലെ എല്ലാപ്പോഴും പോകും സർ. ഒരു മാസം ഒരു 3 പ്രാവശ്യം നാട്ടിൽ പോയില്ല അച്ഛൻ ഉറക്കം വരില്ല സർ. എന്തെങ്കിലും ഒരു നിശ്ചയം വരെ മുടക്കാതെ അച്ഛൻ നാട്ടിൽ പോകും എല്ലാത്തിനും. അപ്പൊ അച്ഛൻ പറയും നാട്ടിൽ നമുക്ക് എന്തെങ്കിലും കാര്യം വന്ന ആൾക്കാർ വേണം, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ആൾക്കാർ ഇല്ലാന്നല്ല, ഉണ്ട്. പക്ഷെ അവിടെ നാട്ടിലും പോകും. എല്ലാത്തിനും ഞങ്ങൾ നാട്ടിൽ പോകും. എല്ലാവരും നല്ല കാര്യം. നന്ദനയ്ക്ക് ഒരു ശത്രു നന്ദനയുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല. കാര്യം ഫ്ലവേഴ്സ് 1 കോടിക്ക് അച്ഛനും അപ്ലൈ ചെയ്തെന്ന് കേട്ടു. അതെ സർ, അത് അച്ഛനാണ് ആദ്യം അപ്ലൈ ചെയ്തത്. അതെ സർ, അച്ഛനാണ് ആദ്യം അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്ത് രഹസ്യമായിട്ട് അപ്ലൈ ചെയ്താണോ? അല്ല സർ, അച്ഛൻ അച്ഛനത് രഹസ്യമായിട്ട് വെച്ചു. അച്ഛൻ അപ്ലൈ ചെയ്യാൻ കാര്യം? ഞാൻ സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏകദേശം ഉത്തരം അറിയാം എനിക്ക്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എല്ലാ ഉത്തരം നമുക്ക് അറിയുന്നില്ല, നമ്മൾ ശ്രമിച്ചൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ശരി എന്ന് പറഞ്ഞ എന്റെ അവളിതിനെ മേലെ വെച്ച്. അപ്പൊ അവള് പറഞ്ഞു ശരി ഞാനൊന്ന് അയക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയും പറഞ്ഞു ശരി നീ അയക്ക്. വികാരം തോന്നിയില്ലയോ? അമ്മയ്ക്ക് തോന്നിയില്ല. അല്ലെ കാര്യം ഫാമിലി പാക്കേറ്റിംഗ് തുടങ്ങായിരുന്നു. അപ്പൊ അവിടെ അവൾക്ക് കിട്ടി. അച്ഛന്റെ കാര്യം ഇവിടെ പെൻഡിങ്ങിലാ. ഓക്കെ, അപ്പൊ അച്ഛൻ എന്താ ഉപദേശിച്ച്? അച്ഛന് കിട്ടാത്തൊരു അവസരം മകൾക്ക് ആദ്യം കിട്ടി. അച്ഛൻ അങ്ങനെ അതൊക്കെ പറഞ്ഞൊരു ടെൻഷനല്ലേ? അച്ഛൻ പറ അത് നോക്കണ്ട, നീ പോയി തകർക്ക്, സ്റ്റേജ് അല്ലേ പൊളിച്ചടുക്കുന്നത്. ബാക്കിയൊന്നും വെക്കണ്ട. പേടിച്ചു കോയമ്പത്തൂർ ഒരു യാത്ര തുടങ്ങി അറിഞ്ഞപ്പോ പൊളിക്കാനായിട്ട് ഒരാള് വരുന്നു. അപ്പൊ നമുക്കിനി എത്രായിരം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നേ. 1.5 ലക്ഷം രൂപയുടെ ചോദ്യം. കളി ഇവിടെ അല്ല, കളി മാറുന്നു, മേലോട്ട് ഉയരുന്നു. ഓക്കെ സർ, കുട്ടേട്ടാ. ലെവൽ 2. എന്ത് തോന്നുന്നു ഇപ്പോ? ചെറുതായിട്ടൊരു പേടി.